റിപ്പർമാരുടെ ആചാര്യൻ 1888 ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ സ്ട്രീറ്റിൽ നടത്തിയ കനോനിക്കൽ 5 എന്ന കൊലപാതക പരമ്പരയിലെ മേരി ആൻ നിക്കോൾസ്, ആനി ചാപ്സ്മാൻ, എലിസബത്ത് ട്രൈഡ്, കാതറിൻ എഡോസ്, മേരി ജെയിൻ കെല്ലി എന്നീ 5 സുന്ദരികളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ജാക്ക് റിപ്പർ എന്ന് ആരോ പേരിട്ട് വിളിച്ച ആ ജാക്കിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ. 1888 ഓഗസ്റ്റ് 31 വെള്ളിയാഴ്ച പുലർച്ചെ 2:30 ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ ജില്ലയിലെ ഡാർവാർ സ്ട്രീറ്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മാംസക്കച്ചവടം നിബിഡമായ ഡാർവാർ സ്ട്രീറ്റിലെ തെരുവിലൂടെ അന്നത്തെ ഇടപാടുകാരെയെല്ലാം തൃപ്തിപ്പെടുത്തി അരണ്ട വെളിച്ചത്തിൽ അതാ മേരി എന്ന സുന്ദരി കടന്നു വരുന്നു. മേരി ആൻ നിക്കോൾസ് വരുന്ന വഴിക്ക് തൻ്റെ സുഹൃത്തായ എമിലി ഹോളണ്ടിനെ കണ്ടു. ഹായ് ഡിയർ, മീറ്റ് അഗൈൻ. യാത്ര പറഞ്ഞ് എമിലി നടന്നകന്നു. നിരത്തുകളിൽ നേരിയ ജനത്തിരക്കു മാത്രം. നടന്ന് വിജനമായ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു കാലച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ മേരി അരണ്ട വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം കണ്ടു. ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പേ അയാൾ തൻ്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് അവൾക്ക് നേരെ ആഞ്ഞു വീശി. തല വെട്ടിത്തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ആ കത്തി മേരിയുടെ തൊണ്ടയിലേക്ക് ആഴ്ന്നിറങ്ങി. തൊണ്ട പൊത്തിപ്പിടിച്ചുകൊണ്ട് സ്വയരക്ഷയ്ക്കായി സമീപത്തുള്ള ഒരു കൽത്തൂണിൽ അഭയം പ്രാപിക്കാൻ ശ്രമിച്ചെങ്കിലും പിടിവിട്ട് അവൾ നിലത്ത് വീണ് പിടഞ്ഞു. ശബ്ദം പോലും പുറത്തു വരാൻ കഴിയാതെ നിലത്ത് വീണ് പിടഞ്ഞ മേരിയുടെ വയറ്റിൽ അയാൾ വീണ്ടും കത്തി ആവർത്തിച്ച് കുത്തിയിറക്കി. രക്തത്തിൽ കുളിച്ചു പിടയുന്ന മേരിയുടെ മുഖത്ത് നോക്കി ക്രൂരമായ പുഞ്ചിരിയോടുകൂടി അയാൾ പറഞ്ഞു, മാനം കെട്ട തൊഴിലിന് നിന്റെ ഈ മാനം കെട്ട അവയവം ഇനി ഇത് കാണുന്ന കാമഭ്രാന്തന്മാർ പേടിച്ച് വെറുക്കണം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ ജനനേന്ദ്രിയത്തിലേക്ക് അയാൾ ആ കത്തി ആവർത്തിച്ച് തലങ്ങും വിലങ്ങും കുത്തിക്കീറി. കുടൽ പൊട്ടി രക്തം വാർന്ന് അവളുടെ ശരീരം പൂർണ്ണമായും നിശ്ചലമായി എന്ന് ഉറപ്പുവരുത്തി.